ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഏറെ പരിചയമാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ ഉച്ചരിക്കുന്ന ഭാഗം ഇത് നമുക്ക് ഏറെ പരിചയമാണ്. എന്നാൽ ഇതാദ്യമായി കേൾക്കുന്നത് ഏതാനും യഹൂദരാണ് യോഹന്നാൻ്റെ അധരങ്ങളിൽ നിന്ന്. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പരാമർശം നടത്തുമ്പോൾ ഏതൊരു യഹൂദൻ്റെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് രണ്ട് പഴയ നിയമ ഭാഗങ്ങളാണ്. ഒന്നാമതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പിക്കൽ നാം കാണുന്നുണ്ട്. പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിനു ശേഷം അതിൻ്റെ രക്തം കട്ടിലപ്പടികളിൽ തളിക്കുമ്പോൾ അവർ സംഹാരദൂതൻ്റെ പ്രഹരത്തിൽ നിന്നും രക്ഷപ്പെടുകയും ഇസ്രായേൽ ഭവനങ്ങൾ മാത്രം മരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു പുതിയ പുറപ്പാടിൻ്റെ തുടക്കം കൂടെയായിരുന്നു. വാഗ്ദാന ദേശത്തേക്കുള്ള ഒരു പുറപ്പാടിൻ്റെ തുടക്കമായിരുന്നു ആ പെസഹ കുഞ്ഞാടിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ നിത്യമരണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന, പാപം മൂലമുണ്ടാകുന്ന നിത്യമരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള പരാമർശം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നാം കാണുന്നത്. അവിടെ സഹനദാസനെ നാം കാണുന്നു. എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൊലക്കളത്തിലേക്ക് ശാന്തനായി നടക്കുന്ന കുഞ്ഞാടിനെ പോലെ ഉള്ള ആ സഹനദാസന്റെ ചിത്രം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നു. ഇങ്ങനെ ഇവിടെ നാം കാണുന്നത് ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന പെസഹ കുഞ്ഞാടിനെയാണ്. യോഹന്നാൻ വീണ്ടും പറയുന്നു, ഇവനെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന്. യേശുവിൻ്റെ ബന്ധുവായിരുന്നു വിശുദ്ധ സ്നാപക യോഹന്നാൻ. എന്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ അങ്ങനെ പറയുന്നത്? കാരണം വിശുദ്ധ സ്നാപക യോഹന്നാൻ വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, ഇവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. അതായത് യേശുവിൻ്റെ ഡിവിനിറ്റി, ദൈവീകത പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് മുൻപ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഇവൻ ഉള്ളവനാണ് എന്ന് ഉള്ള ആ യേശുവിൻ്റെ ദൈവീകത പ്രഖ്യാപിക്കുന്ന വിശുദ്ധ സ്നാപക യോഹന്നാനെയും നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഇന്നത്തെ ലോകത്ത് സകലത്തിലേക്കും നമ്മുടെ കണ്ണുകൾ പായിക്കുന്നവരാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് ഈ കുഞ്ഞാടിലേക്ക് നോക്കുവാനായിട്ടാണ്. ആ പുതിയ ജെറുസലേമിലേക്ക്, പുതിയ വാഗ്ദാന ദേശത്തേക്ക് നമുക്ക് നടക്കണമെങ്കിൽ, അത് നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗരാജ്യമാകുന്ന വാഗ്ദാന ദേശത്തേക്ക് നടക്കണമെങ്കിൽ കുഞ്ഞാടിലേക്കാണ് നാം നോക്കേണ്ടത്. ആ കുഞ്ഞാടിനെ നോക്കി നടക്കാനായിട്ട് നമുക്ക് പരിശീലിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.